മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പതിവ് പോലെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. വാർത്തകളുടെ തിരക്കുള്ള ഒരു ദിവസമാണ്. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയം, ആ വലിയ ദുരന്തം, അത് തീർത്തിട്ടുള്ള ആഘാതം രാജ്യത്ത് നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ളത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കിൽ 6 മരണം സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിനപ്പുറം ഇനിയും ഒരുപാട് ആളുകളെ, 60-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. രക്ഷാപ്രവർത്തനം തുടരുമ്പോഴും അത് ദുഷ്കരമാക്കുന്ന സാഹചര്യം തന്നെ. കാലാവസ്ഥാ സാഹചര്യമായിക്കോട്ടെ, ഗതാഗത സൗകര്യങ്ങൾ പൂർണ്ണമായും അവിടേക്ക് ഇപ്പോഴും ഇല്ല എന്ന സാഹചര്യവും ഒക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ വന്നതാണ്, അവിടെ 28 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത. അവർ സുരക്ഷിതരാണ് എന്നുണ്ടെങ്കിൽ പോലും അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുവാനോ നാട്ടിലേക്ക് എത്തിക്കുവാനോ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അപ്പോൾ അവരെ പുറത്തേക്ക് എത്തിക്കുവാനുള്ള ദൗത്യവും അതും ആ രക്ഷാപ്രവർത്തനവും ഇന്ന് നടക്കുമെന്നതാണ്. അത് ഏത് തരത്തിലാണ് ആലോചിക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. സംസ്ഥാനത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതികൂലമായ സാഹചര്യമല്ല ഇന്നത്തേത് എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്തായാലും അതിശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് മുന്നിലുണ്ട്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും കണ്ണൂരും കാസർഗോഡുമാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം. ഇതടക്കം ഒരുപാട് വാർത്തകൾ. ട്രംപിന്റെ വീണ്ടുമുള്ള തീരുവ അടി, അത് ഇന്ത്യ എങ്ങനെ പ്രതിരോധിക്കുന്നു, ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാൻ ശ്രമം. 28 പേരുമുള്ളത് ഗംഗോത്രിക്കടുത്തുള്ള ക്യാമ്പിൽ. തകർന്ന റോഡുകൾ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നു. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഇന്ത്യ. തത്കാലം പ്രകോപനപരമായി പ്രസ്താവനകളില്ല. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കും. സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്ന് മുതിർന്ന മന്ത്രിമാരെ കാണും. ആലപ്പുഴ കൊലപാതകങ്ങളിൽ തെളിവ് തേടി പോലീസ്. പ്രതി സെബാസ്റ്റ്യനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. തെളിവെടുപ്പ് ഇന്നും തുടരും. DNA പരിശോധനാ ഫലം ഉൾപ്പെടെ കേസിൽ നിർണായകം. ധർമ്മസ്ഥലയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തു. പരാതി നൽകിയ കുടുംബത്തിന്റെ വാഹനം തകർത്തു. പ്രദേശത്ത് 5 ബറ്റാലിയൻ പോലീസ് സംഘത്തെ നിയോഗിച്ചു. തെരച്ചിൽ ഇന്നും തുടരും. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേസും വഴക്കുമായി അമ്മ. ശ്വേതാ മേനോനെതിരായ കേസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിലെന്ന ആരോപണം. മെമ്മറി കാർഡ് വിവാദവും കത്തുന്നു. യേശുദാസിനെയും അടൂരിനെയും തെറി പറഞ്ഞ വിനായകനെതിരെ കേസ് വന്നേക്കും. വിശദമായി നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ 3ാം ദിനവും രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇതുവരെ 190ഓളം പേരെ രക്ഷപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയും റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. അതേസമയം ധരാലിയിൽ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തേക്കുമെന്നാണ് വിവരം. സംഘത്തിൽ കൊച്ചിയിൽ നിന്നുള്ള 8 പേരുൾപ്പെടെ 28 പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, രക്ഷാപ്രവർത്തനം 3ാം ദിവസം എത്തി നിൽക്കുമ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറുന്നില്ല എന്നതാണ് അവസ്ഥ. ഇപ്പോഴും അവിടേക്ക് കൂടുതൽ സേനയ്ക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന പലരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും റോഡ് ഗതാഗതം ഒക്കെയും താറുമാറായതും റോഡുകളൊക്കെയും ഒലിച്ചുപോയതും തകർന്നു പോയതും ഒക്കെയാണ് സാഹചര്യം. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ രക്ഷപ്പെടുത്താൻ ഏതൊക്കെ തരത്തിലുള്ള വഴികളാണ് ആലോചിച്ചിട്ടുള്ളത്? മറ്റ് കാണാതായവർക്കായുള്ള തെരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു മിഥുൻ? അറിയാം, നിലവിൽ ഇപ്പോൾ 190-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 11 സൈനികർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടേക്ക് ഇതുവരെയും കൂടുതൽ സേനാ വിഭാഗങ്ങൾക്ക് എത്താനാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം
പ്രതികൂല കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ കാലാവസ്ഥ അനുകൂലമായ ഘട്ടത്തിൽ ഇവരെ ഹെലികോപ്റ്റർ മാർഗം കുറച്ചധികം സേനാ വിഭാഗങ്ങളെ അവിടേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വൈകിട്ടോടുകൂടി ഈ തകർന്ന റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചുവെങ്കിൽ പോലും തന്നെ ഇപ്പോഴും ആ റോഡ് ഇതുവരെയും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത് പുനർനിർമ്മിക്കാതെ അവിടേക്ക് ഈ ധരാലി എന്ന പ്രദേശത്തേക്ക്, ഈ അപകടം നടന്നിട്ടുള്ള പ്രദേശത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഏറെ ആശങ്കപ്പെടുന്നതും ഒപ്പം തന്നെ ഏറെ വെല്ലുവിളിയാകുന്നതും ഈ രക്ഷാദൗത്യത്തെ ഏറെക്കുറെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. റോഡ് മാർഗം മാത്രമേ അവയെ എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മറ്റുള്ളവർക്കൊക്കെ ഒരു വളരെയധികം പരിമിതികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സമയമെടുത്തേക്കുമെന്നുള്ളൊരു വിവരങ്ങൾ കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നു മുതൽ വീണ്ടും അടുത്ത 7 ദിവസത്തേക്ക് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം വന്നിരിക്കുന്ന ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ധരാലിയും ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളൊക്കെ അവിടെ ആ ഭാഗങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. രാവിലെ ഒന്നും തന്നെ മഴ കാര്യമായി പെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു ആശ്വാസകരമായിട്ടുള്ള വിവരം തന്നെയാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ വേളയിൽ ഈ റോഡ് നിർമ്മാണം ത്വരിതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതൊക്കെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ബട്വാല അടക്കമുള്ള പ്രദേശത്ത് നിന്ന് ഈ ധരാലിയിലേക്കടക്കം കൂടുതൽ കിലോമീറ്റർ ഉണ്ട്. ഈ റോഡ് എന്ന് പറയുന്നത് ആകെ ഒരു റോഡാണുള്ളത്. ആ ഒരു റോഡിൽ പലയിടങ്ങളിലായാണ് ഈ റോഡ് തകർന്നു വീണ്ടിരിക്കുന്നത്. അവിടെ ഓരോ സ്ഥലങ്ങളിലും ഇവിടുത്തെ കല്ലും മണ്ണും ഒക്കെ മാറ്റി ആ റോഡ് നവീകരിക്കുകയും ഒപ്പം തന്നെ വീണ്ടും അതിലെ കൂടെ വാഹനം മറ്റു ട്രക്കുകൾ, ഈ സൈന്യത്തിൻ്റെ അടക്കമുള്ള ട്രക്കുകളും ഒപ്പം തന്നെ ഈ ഹിറ്റാച്ചി പോലുള്ള അത്യാധുനിക മെഷീനറി സംവിധാനങ്ങളും ഒക്കെ അവിടേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടത്തുമ്പോൾ വീണ്ടും ഈ പാറകൾ, ഈ മഴ കനത്ത് പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും മുകളിൽ നിന്ന് പാറകൾ ഒക്കെ പൊട്ടി താഴേക്ക് വീഴുന്ന സാഹചര്യം. അങ്ങനെ ഈ നവീകരിക്കുന്ന റോഡുകൾ കൂടി പിന്നീടും തകർന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. കാരണം മറു സൈഡിൽ കൊക്കയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ദുഷ്കരമാണ് ആ നിർമ്മാണ പ്രവൃത്തികൾ എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഒരു തരത്തിലും ഈ ഒരു സമാന്തര പാത നിർമ്മിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തകർന്ന റോഡുകൾ ഇതുവരെയും പൂർണ്ണമായും നവീകരിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായിട്ടുള്ളത്. ഇത് നവീകരിച്ചാൽ മാത്രമേ അവിടേക്കുള്ള ഗതാഗതം സാധ്യമാകൂ, അവിടേക്ക് കൂടുതൽ സേനാ വിഭാഗങ്ങൾക്ക് എത്താനാകൂ എന്നുള്ളതാണ്. നിലവിൽ 100-ലധികം പേരെ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 100-ലധികം പേർ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പുഷ്കർ സിംഗ് ധാമി അടക്കമുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കാരണം ഈ 2 നില കെട്ടിടങ്ങളുടെയൊക്കെ അത്രയും പൊക്കത്തോളം ഈ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവയൊക്കെ നീക്കം ചെയ്ത് മാറ്റിയാൽ മാത്രമേ അടിയിൽ അകപ്പെട്ടവരെയൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. അതെ, ഈ 100-ലധികം ആളുകളെ അല്ലെങ്കിൽ 100ഓളം ആളുകളെ എന്ന് പറയുന്നത് മിഥുൻ ഒരു അനൗദ്യോഗിക കണക്ക് മാത്രമാണ്. നമുക്കറിയാം ഈ ധരാലി എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു. അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലം. ഈ അപകടത്തിൽ തകർന്നു പോയിരിക്കുന്ന ഗ്രാമം എന്ന് പറയുന്നതും ജനസാന്ദ്രതയുള്ള ഒരു ഗ്രാമം തന്നെയാണ്. അതോടൊപ്പം ഒരു മാർക്കറ്റ് അടക്കമുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്നതിലും അധികം ഒരു പക്ഷേ ആളുകൾ അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത അത് കാണുന്നുണ്ടോ? എത്രത്തോളമാണ്? അതായത് ഈ മേഖലയിൽ ഏകദേശം 523 കുടുംബങ്ങളാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിനു പുറമെ നിരവധി വിനോദസഞ്ചാരികൾ അവിടേക്ക് വന്നു പോകുന്നുണ്ട്. അതിൽ ഈ മിന്നൽ പ്രളയത്തിൽ ഈ മണ്ണും വെള്ളവും ഒക്കെ കുത്തനെ ഇടിച്ചു വന്ന് ഈ റിസോർട്ടുകളൊക്കെ നിന്ന മേഖലയാണ്. അതായത് ഒരു മറു സൈഡിലാണ് ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രമായിട്ടുള്ളത്. മറ്റേ സൈഡിലാണ് ഇത്തരത്തിൽ ഈ റിസോർട്ടുകളും ഒപ്പം തന്നെ ഈ ഹോം സ്റ്റേകളും ഒക്കെ ഹോട്ടൽസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ആ പ്രദേശത്താണ് കൂടുതലും ഇത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെയാണ് പൂർണ്ണമായും ഒലിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. അങ്ങനെ ഒറ്റപ്പെട്ട നിലയിലേക്ക് ധരാലി മാറുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ നിലവിൽ അവിടെ എത്രത്തോളം ആളുകളുണ്ടായിരുന്നു, ഈ ഹോം സ്റ്റേകൾ എത്ര പേര് താമസിച്ചിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുകയാണ്. അതിലൊന്നും തന്നെ ഒരു കൃത്യമായ വിവരം ഇതുവരെയും സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അവിടെ എത്രത്തോളം ജീവനക്കാരുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അവിടെ നാട്ടുകാരുൾപ്പെടെയുള്ളവരുടെ ഈ മൊഴികളുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം അവിടെ ആ സമയത്ത് ഈ 1:40 കൂടിയാണ് ഈ ഒരു
സംഭവം ഉണ്ടാകുന്നത്. അതിനു മുമ്പൊക്കെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ അവിടെ കൂടുതൽ ആളുകൾ വന്നു പോകുന്നുണ്ടായിരുന്നു, വിനോദസഞ്ചാരികളൊക്കെ അവിടെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. സേനാ വിഭാഗങ്ങളെന്നും തന്നെയാണ് ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നേരത്തെ ആര്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇതൊരു ഈ വിനോദസഞ്ചാര മേഖലയ്ക്കപ്പുറം ഈ ഗംഗോത്രിയിലേക്കും ഒക്കെ മറ്റും പോകുന്നവർക്ക് ഒരു റിലാക്സേഷൻ പോയിന്റ് എന്ന രീതിയിലാണ് ഇവിടെ കൂടുതൽ പേർ തങ്ങാറുള്ളത്. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥിരമായി വന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് 28 പേർ മലയാളികളാണ്. അവർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു. അവർ ഗംഗോത്രിക്ക് സമീപം ഒരു ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നതായി പിന്നീട് കണ്ടെത്തുകയും ഒപ്പം തന്നെ അവരെ സുരക്ഷിതമായി അവിടുത്തെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നാണ് സർക്കാർ വൃത്തം നൽകുന്ന സൂചന. കാരണം നിലവിലെ സാഹചര്യത്തിൽ റോഡ് മാർഗം അവരെ എത്തിക്കാൻ സാധിക്കില്ല. റോഡ് ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിക്കാനാകാത്തത് കാരണം അവരെ റോഡ് മാർഗം എത്തിക്കാനായില്ല. അതിന് പകരം എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനൗദ്യോഗിക വിവരമാണ്, അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും 28 പേരാണ് മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ 20 പേർ മുംബൈയിൽ നിന്നുള്ളവരാണ്, 8 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. അവരുടെ പേര് വിവരങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. അവർ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവരുടെ ബന്ധു നമ്മോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് യാതൊരുവിധ ആശങ്കയുമില്ല, അവർക്കെല്ലാം സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ ധരാലിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ മേഖലയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എത്രത്തോളം ആളുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അനൗദ്യോഗിക കൃത്യമായ കണക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ വിഷയത്തിലെ ആശങ്ക നിലനിൽക്കുന്നത്. മിഥുൻ തുടരുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. उस तरफ तब तक वहाँ से होटल्स काफी गिर चुके थे. यहाँ पे लोग कम से कम ये मान के चलिए आप 15 से 16 लोग थे मेरी नजरों में. वो जो सब खत्म हो गए वहीं पे ऑन द स्पॉट. मैंने देखा उनको अपनी आंखों से, मैंने उन्हें मरते हुए देखा है. वो लोग वहाँ पे खत्म हो चुके थे. उस तरफ के लोग काफी बचे थे. उस तरफ के लोग ऊपर की तरफ जा चुके थे, लेकिन इस तरफ के काफी लोग सब खत्म हो चुके थे क्योंकि पानी इसी तरफ आया था फ्रंट में. सबसे पहले बारिश बहुत तेज हो रही थी. हम लोग कुछ नहीं कर पाए, चिल्लाते रहे कर कुछ नहीं पाए हम लोग. पता नहीं कितनी हत्या हो गई, कितनी जान चले गई, पता नहीं क्या हो गया. हमारा गांव मारकंडे है, वहाँ से दिखता नहीं है, पर हमें फोन करा हमारे पड़ोसी ने कि ऐसा ऐसा हो गया. तो हम देखने आए, तब करीबन ऐसी 1:30 बजे की बात है शायद ना. फिर उसके बाद देखा हमने, फिर उसके बाद तो बहुत हो गया था. यहाँ पे बहुत आया, बहुत सारा ना. फिर यहाँ पे 2-3 मकान थे, उनके अंदर लोग थे, वो लग रहे थे बचाओ बचाओ चिल्ला रहे थे. फिर हम भी कुछ नहीं कर पाए. हम इधर साइड थे, फिर नदी भी बढ़ रही थी. पूरा मल में से पूरा लोग दब गए और बहुत नुकसान हो गया. ആ വലിയ ദുരന്തം, ധരാലി എന്ന ഗ്രാമം ഒരു നിമിഷം കൊണ്ട് ആ ഒരു മിന്നൽ പ്രളയത്തിൽ ഇല്ലാതാകുന്ന, മാഞ്ഞു പോകുന്ന ആ ഒരു വലിയ ദുരന്തം, ഭീതിതമായ കാഴ്ച കണ്ട ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒരു നിമിഷം കൊണ്ട് ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിലവിളിക്കുക മാത്രമാണ് അവരെയും കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊരു വ്യക്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10-15ഓളം ആളുകൾ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നു എന്നതടക്കമുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ദുരന്തം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, കഴിഞ്ഞ ദിവസം നമ്മളൊരു ദൃശ്യം കണ്ടതാണ്. അതായത് ഒരു നിമിഷം കൊണ്ട് മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്ന് ഇത്തരത്തിൽ വലിയ പാറക്കഷ്ണങ്ങളും ചെളിയും വെള്ളവും മരങ്ങളും ഒക്കെ ആയിട്ട് കുത്തിയൊലിച്ച് വരുന്നത് കണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ജീവൻ കയ്യിൽ വെച്ച് ഓടുന്ന കുറേ മനുഷ്യരുടെ വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. ആ ഭീതിതമായ കാഴ്ച. പക്ഷേ അവർ ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതായി പോകുന്ന അത്രത്തോളം ദുരന്തപൂർണമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ആ വ്യക്തികൾ പറയുന്നതും ആ ദൃക്സാക്ഷികൾ പറയുന്നത് കേട്ടതും. നമ്മൾ ഈ അവിടുത്തെ കണക്കുകളെക്കുറിച്ച് അതേക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്ക് തന്നെ മടങ്ങിയെത്തിയാൽ നമുക്കറിയാം, ഈ വയനാട്ടിൽ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അവിടെയുള്ള ഹോം സ്റ്റേകളൊക്കെ ഇത്രത്തോളം രജിസ്റ്റർ ഇല്ലാത്ത ഹോം സ്റ്റേകളുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്രത്തോളം വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ഒരു കണക്കുകൾ, ഔദ്യോഗികമായ രേഖകളില്ല എന്നൊരു സാഹചര്യമുണ്ട്. സമാനമായ അവസ്ഥയാണോ ഇവിടെയും?
അറിയാം, നമ്മൾ ആ പ്രതികരണങ്ങൾ ആദ്യം കേട്ടതിലേക്ക് വരാം. ആദ്യം ആ തൊപ്പി ധരിച്ചിരുന്ന യുവാവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം പകർത്തിയ ആ ദൃശ്യങ്ങളാണ് പിന്നീട് നമ്മളെല്ലാം കാണുകയും ചെയ്ത് അത്രത്തോളം പ്രകൃതി സംഹാരം ആടിയതിൻ്റെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ, ആ ദൃശ്യങ്ങൾ പുറം ലോകത്തിലേക്ക് എത്തിച്ചത് ആ യുവാവ് തന്നെയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് വിളിച്ചു കൂവുന്നൊക്കെ കേൾക്കാം, ഓടി രക്ഷപ്പെടൂ എന്നൊക്കെ രീതിയിൽ അവർക്ക് പറയാനേ സാധിക്കൂ എന്നുള്ളതാണ്. മറുകുന്നിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് പിന്നീട് എത്രത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു ഈ ഒരു ദുരന്തത്തിന് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വെളിവാകുകയും ചെയ്തത്. മറ്റൊന്ന്, ഇപ്പോൾ ആര് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കണക്കുകളൊന്നും തന്നെ വ്യക്തമല്ല എന്നുള്ളതാണ്. കാരണം എത്രത്തോളം ഹോം സ്റ്റേകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചില വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. കാരണം അത് സംബന്ധിച്ചുള്ള കണക്കുകൾ സർക്കാരിൻ്റെ പക്കലില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടുത്തെ ജീവനക്കാർ ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. അവിടെ എത്രത്തോളം പേർ ജോലി നോക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ അതിലൊരു വ്യക്തത വരൂ എന്നാണ് CM ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലകളിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബഹുനില കെട്ടിടങ്ങളൊന്നും തന്നെ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളൊന്നും പാടില്ല എന്ന് തന്നെ നേരത്തെ ഉത്തരവൊക്കെ ഉള്ളതാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഹോം സ്റ്റേ പോലുള്ള പല റിസോർട്ടുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് നിൽക്കുന്നത്. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പിന്നീട് ചർച്ചയാവാം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അത് ചെയ്യാമെന്നുള്ള രീതിയിലുള്ളൊരു പ്രതികരണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. കാരണം സ്വാഭാവികമായും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, നേരത്തെ നമുക്ക് മുന്നിലുമുണ്ട്, കേരളത്തിൽ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് 1 വർഷം പിന്നിട്ടേ ഉള്ളൂ. ആ സമയത്തും അവിടെയും ഇതേ രീതിയിലുള്ള അനധികൃത ഹോം സ്റ്റേകളുടെ ഒക്കെ നിർമ്മാണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാരണമായേക്കാം, അല്ലെങ്കിൽ മായിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് വിദഗ്ധരുടെ ഒക്കെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ മേഖലകൾ, അതായത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ നിരന്തരം ഇത്തരത്തിൽ പല മിന്നൽ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. പക്ഷേ ഈ ഇത്രയും സംഭവങ്ങൾ വികാസങ്ങൾ ഉണ്ടായിട്ട് പോലും തന്നെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ എങ്ങനെ ഈ നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമനം. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അവിടെ കുടുങ്ങിയിട്ടുള്ള 28 മലയാളികളെ എയർലിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. അവിടെ ദുഷ്കരമാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ശക്തമായ സൂചനകൾ പുറത്തു വരുമ്പോഴും അതിനെ അതേ നാണയത്തിൽ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കി മുന്നോട്ടു പോകാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% ഉയർത്തിയിരുന്നു ട്രംപ്. ഓഗസ്റ്റ് 27 മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും. We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it, but we've had very productive talks today. Yes, ma'am. If you do reach a deal with Ukraine and Russia, would you drop the additional tariffs on India? Well, we'll determine that later, but right now they're paying a 50% tariff. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിക്കും. വിവരങ്ങളുമായി അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ട്രംപ് ആദ്യം പകരത്തിന് പകരം എന്നുള്ള നിലയിൽ 25% ചുങ്കം ചുമത്തിയാണ് ഇന്ത്യയെ വിരട്ടാൻ നോക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും റഷ്യയുമായിട്ടുള്ള ബന്ധം തുടരുന്നു എന്ന പേരിൽ വീണ്ടും 25% കൂടി. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ 50% തീരുവയുടെ ഭീഷണിയാണ് ഇന്ത്യക്ക് മുകളിലുള്ളത്. ആദ്യം ഈ 25% തീരുവ നമുക്കറിയാം ഓഗസ്റ്റ് 1 പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. പിന്നീട് അത് ഒരാഴ്ച കൂടി നീട്ടിവെച്ച് ഇന്ന് ഓഗസ്റ്റ് 7 പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോഴാണ് അത് പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഇനിയൊരു ഇരട്ടി തീരുവയുടെ ഭീതി കൂടി നിലനിൽക്കുന്ന സാഹചര്യം. 50% തീരുവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ കയറ്റുമതി അത് എത്രത്തോളം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അത് എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത്. പക്ഷേ ഈ വെല്ലുവിളിയെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം അത് ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ?
അതെ, തീർച്ചയായിട്ടും ആര്യ. അമേരിക്കൻ ഭീഷണികൾ തുടരുമ്പോഴും റഷ്യയുമായിട്ടുള്ള കച്ചവടത്തിൽ ഇന്ത്യ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ പ്രതികരിച്ചത് വെച്ചിട്ട് ഇന്ത്യയുടെ ഈ താരിഫുമായി മുന്നോട്ട് പോകും എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന ആദ്യഘട്ട 25% അധിക തീരുവ അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അടുത്ത ഘട്ടമായി ട്രംപ് ഇന്നലെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരമുള്ള അടുത്ത 25% കൂടി കൂട്ടി 50% താരിഫ് അത് ഈ മാസം അവസാനത്തോടെ ആയിരിക്കും. അതായത് ഇന്നലെ മുതൽ 21 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 27-ാം തീയതി മുതലാണ് ഈ രണ്ടാം ഘട്ട താരിഫുകൾ നിലവിൽ വരികയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം സമയം തന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനായിട്ട് ഇന്ത്യക്ക് സമയം കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഇത്തരത്തിൽ ഈ ഒരു കാലാവധി നൽകിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ച് വെച്ചിട്ട് ചൈനയോട് ഉള്ള നിലപാട് എന്താണെന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൈനയുമായിട്ടും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് മേൽ ഈ താരിഫ് കൂടുതൽ താരിഫ് നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് പുറത്തുവിട്ട താരിഫ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയുടെ പേരില്ലായിരുന്നു. അതിന് അമേരിക്ക നൽകിയിട്ടുള്ള വിശദീകരണം ചൈന പോലെയുള്ള കുറച്ച് രാജ്യങ്ങളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത്തരം രാജ്യങ്ങൾക്കായി ഒരു 90 ദിവസത്തെ സമയം നീട്ടി നൽകുന്നു എന്നാണ് ട്രംപ് അറിയിച്ചിരുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ അത്ര ദിവസത്തെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവർക്ക് മേൽ കൂടുതൽ താരിഫ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ ചൈന ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടും ഇപ്പോൾ മുന്നോട്ട് നീക്കം പോകുന്നു. അപ്പോൾ അതിനു മുൻപേ US-മായി എന്തെങ്കിലും തരത്തിലുള്ള വ്യാപാര കരാറിൽ ഏർപ്പെട്ടാൽ ഈ താരിഫ് ഒഴിവാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായി സമാനമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിൽ പ്രകാരമാണ് അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ അമേരിക്ക വികസിപ്പിക്കും എന്നുള്ളൊരു നയത്തിൻ്റെ പേരിൽ അവർക്കുള്ള താരിഫ് 19% കുറയ്ക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഇപ്പോൾ ഇന്ത്യയുമായി നിലവിൽ 5 ഘട്ട ചർച്ചകൾ നടന്നിരുന്നു. അടുത്ത ഘട്ട ചർച്ചകൾക്ക് വേണ്ടി ഓഗസ്റ്റ് 25-ന് അമേരിക്കൻ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 6ാം ഘട്ട ചർച്ചകൾ അതോടുകൂടി നടക്കും. അപ്പോൾ ഈ 6ാം ഘട്ട ചർച്ചകൾക്കുള്ളിൽ ഒരു ഈ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒരു തീരുമാനമാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയുടെ തീരുവയും അത് കുറയ്ക്കുന്ന നടപടിയിലേക്ക് അമേരിക്ക കടക്കും എന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ത്യ അമേരിക്കയുമായി ഇപ്പോൾ ഒരു തുറന്ന പോരിന് അങ്ങനെ പോകുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അമേരിക്ക എന്തായാലും ഇന്ത്യ മിണ്ടാതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയുടെ ഈ ശക്തമായിട്ടുള്ള ആരോപണം, അതുപോലെ തന്നെ ഭീഷണി, ഇതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ മറുപടിയും നൽകുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത 25% കൂടി കൂട്ടി 50% ഈ താരിഫ് വർധനയിൽ അത് ഇന്ത്യ തീർച്ചയായിട്ടും പ്രതികരിച്ചത് ഇതൊരിക്കലും നീതീകരിക്കാനാകാത്തതും അന്യായവും അതുപോലെ തന്നെ യുക്തിരഹിതവുമാണെന്നാണ് ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇന്ത്യക്ക് അതിൻ്റേതായിട്ടുള്ള മറ്റ് കച്ചവട താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സ്വതന്ത്രമായിട്ടുള്ള രാജ്യ താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. 140 കോടി വരുന്ന ജനതയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഇതനുസരിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് എന്നുള്ള കാര്യങ്ങൾ. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് മേൽ ഈ നികുതി അടിച്ചേൽപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അന്യായമാണ് എന്ന് തന്നെയാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഉൾപ്പെടെ അമേരിക്ക റഷ്യയുമായി നടത്തുന്ന മറ്റ് യുറേനിയം പോലെയുള്ള മറ്റ് വസ്തുക്കൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൾപ്പെടെ ഇന്ത്യ ചൂണ്ടിക്കാട്ടി വിമർശിച്ചിരുന്നു. അപ്പോൾ അതിനോട് വൈറ്റ് ഹൗസിൽ ട്രംപിനോട് ചോദ്യം ഉന്നയിച്ചപ്പോഴും ട്രംപ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും നൽകിയിരുന്നില്ല. ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രംപ് കൂടുതൽ വീമ്പ് പറഞ്ഞുകൊണ്ട് ഈ താരിഫിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വൈറ്റ് ഹൗസിലുള്ള പ്രസ്താവനയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആപ്പിൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന $100 ബില്യൺ നിന്ന് മാറി അവർ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ആപ്പിളിന്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലും ചൈനയിലും ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിൽ കൂടുതൽ പ്ലാന്റുകൾ തുടങ്ങാനായിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് അമേരിക്കയിൽ ഇപ്പോൾ കൂടുതൽ ഇന്ത്യക്ക് 50% താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയിൽ ഇത്തരത്തിൽ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തുമെന്ന് ഇപ്പോൾ ഏറ്റവും
പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഇലക്ട്രോണിക്സ് മേഖലയിൽ അവരുടെ ഒരു ആധിപത്യം, പഴയ ആധിപത്യം അത് വീണ്ടും തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും അമേരിക്ക മുന്നിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രകാരമായിട്ട് അമേരിക്കയിലല്ലാതെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിപ്പുകൾക്ക് 100% താരിഫ് ചുമത്താനും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആപ്പിളിൻ്റെ ഈ 600 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആപ്പിൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ആപ്പിൾ ഈസ് ഹോം കമ്മിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമേരിക്കൻ കമ്പനികളെ ആണെങ്കിലും അവരെ തിരിച്ച് അമേരിക്കയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെയുള്ള തന്ത്രങ്ങളും അത് അമേരിക്ക ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇത്തരത്തിൽ വമ്പൻ കമ്പനികൾ ഇന്ത്യ വിടുന്നു എന്ന സാഹചര്യം ഉള്ളതും ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ ഒരു സാഹചര്യം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള സംരംഭകരെയും വ്യവസായികളെയും വ്യാപാരികളെയും കർഷകരെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ എന്ത് തീരുമാനമെടുത്താലും, അത് സ്വതന്ത്ര വ്യാപാര കരാറിൽ തീരുമാനമെടുത്താലും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിലും അത്തരത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത് കേന്ദ്ര വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എന്തായാലും ട്രംപിന്റെ ഈ ഭീഷണിക്ക് വഴങ്ങില്ല എങ്കിൽ പോലും സാഹചര്യത്തെ സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യാനാണ് കേന്ദ്ര വൃത്തങ്ങൾ ആലോചിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, ആലപ്പുഴയിൽ സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ബന്ധുവിന്റെയും അയൽവാസിയുടെയും തുറന്നു പറച്ചിലുകൾ വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ബന്ധുക്കൾക്ക് എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരുന്നു എന്നതടക്കമുള്ളതാണ് വെളിപ്പെടുത്തൽ. വിശദമായ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. അതേസമയം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്നുണ്ട്. പുറത്തുവരാനുള്ള DNA പരിശോധനാ ഫലം ഉൾപ്പെടെ കേസിൽ നിർണായകമാണ്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പേരിൽ നടി ശ്വേത മേനോനെതിരെ കേസെടുത്തതോടെ അമ്മ തിരഞ്ഞെടുപ്പിൽ വിവാദം കത്തുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയുള്ള കേസ്. ചേരിപ്പോരാണ് കേസിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. മാർട്ടിൻ മെനാച്ചേരി എന്നയാളാണ് പരാതിക്കാരൻ. ശ്വേതയും ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് ആരോപണവും ഉയർന്നിരുന്നു. യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിച്ച വിനായകനെതിരെ നിയമ നടപടിക്ക് സാധ്യത. അസഭ്യം പറഞ്ഞും ബന്ധുക്കൾ അടക്കം അധിക്ഷേപിച്ചുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. നേരത്തെ VSനെയും ഉമ്മൻചാണ്ടിയെയും അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടിരുന്നു. മഹാത്മാഗാന്ധി, നെഹ്റു, ഇന്ദിരാഗാന്ധി, ജോർജ് ഈഡൻ എന്നിവരെയും ഹീനമായ ഭാഷയിൽ അധിക്ഷേപിച്ചിരുന്നു. നഗ്നതാ പ്രദർശനത്തിന്റെ പേരിലും നിയമ നടപടി വിനായകൻ നേരിട്ടിരുന്നു. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇന്ന് നടക്കും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1,00,000 പേരുടെ റാലിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പതാക, കൊടിമര ജാഥകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്നലെ വൈകിട്ട് പൊതുസമ്മേളന വേദിയിൽ എത്തിച്ചേർന്നിരുന്നു. നാളെയും മറ്റന്നാളുമാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. ജില്ലയിലെ 17 മണ്ഡലം സമ്മേളനങ്ങളിൽ നിന്ന് 410 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മാങ്കോട് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നാണ് സൂചന. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. ബീഹാറിലെ വോട്ടർ പട്ടിക പ്രത്യേക പുതുക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധവുമുണ്ട്. വോട്ടർ പട്ടിക പ്രത്യേക പുതുക്കലിൽ പാർലമെന്റിൽ പ്രത്യേക ചർച്ച വേണമെന്ന് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് അഭിപ്രായവുമുണ്ട്. DMKയ്ക്കും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിൽ ആശങ്കയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വസതിയിലാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി നേതാക്കൾക്ക് അത്താഴ വീഴുന്നും യോഗവും. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. എന്തു പറ്റി നമ്മുടെ നാടിന്? വെൽക്കം ബാക്ക്. വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാൻ പോവുകയാണ്. കായംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ കെട്ടിടത്തിന് ബലക്ഷയമുള്ളതായി വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. സിമന്റ് പാളി അടർന്ന് വീണ പ്രധാന കെട്ടിടത്തിനാണ് ബലക്ഷയമുള്ളത്. ഈ സിമന്റ് പാളി അടർന്ന് വീണ സംഭവം നമ്മൾ നേരത്തെ കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം 25-ന് കായംകുളം ഗേൾസ് സ്കൂളിലെ ക്ലാസ് മുറിയിൽ സിമന്റ് പാളി അടർന്നു വീണിരുന്നു. തുടർന്ന് കുട്ടികളെ മറ്റ് ക്ലാസുകളിലേക്ക് മാറ്റി.
കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. സംഘത്തിന്റെ പരിശോധനയിലാണ് പ്രധാന കെട്ടിടത്തിന് ബലക്ഷയമുള്ളതായി കണ്ടെത്തിയത്. ഭിത്തികളിൽ പൊട്ടലുണ്ട്. സിമന്റ് പാളികൾ അടർന്നിട്ടുമുണ്ട്. കോൺക്രീറ്റും കമ്പികളും ഇളകി. ഇരുനില കെട്ടിടത്തിന്റെ അടിത്തറയിൽ പരിശോധന നടത്തിയിട്ടില്ല. കെട്ടിടത്തിന് 50 വർഷം പഴക്കമുണ്ട്. 9 ക്ലാസ് മുറികളും HM, പ്രിൻസിപ്പൽ എന്നിവരുടെ മുറികളും അധ്യാപകരുടെ മുറിയും ലൈബ്രറിയും ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെയും ലാബുകളുമാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. കുറേയധികം കുഞ്ഞുങ്ങളെ ആ പ്രശ്നം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ മാറ്റിയിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇനി കുറച്ച് ലാബ്, അതുപോലെ തന്നെ ശാസ്ത്രപോഷണി ലാബ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സാധനങ്ങളെല്ലാം മാറ്റുവാൻ വേണ്ടുന്നതായിട്ടുള്ള അടിയന്തരമായ ഇടപെടൽ നടത്തുകയാണ്. ബലക്ഷയം കണ്ടെത്തിയതോടെ കെട്ടിടം അടച്ചിട്ട് ബദൽ സംവിധാനമൊരുക്കും. UP ക്ലാസുകൾ ബോയ്സ് ഹൈസ്കൂളിലെ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് മാറ്റി. ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ സമീപത്തെ മറ്റ് സ്കൂളുകളിലെ ഒഴിഞ്ഞ ക്ലാസുകൾ കണ്ടെത്തേണ്ടി വരും. സ്കൂളിന്റെ പ്രവർത്തനം പലയിടത്തായി മാറ്റുന്നത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ്. ന്യൂസ് 18 കായംകുളം. കരിപ്പൂർ വിമാന അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 5 വയസ്സ് തികയുകയാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഈ നാടിനോടുള്ള നന്ദി സൂചകമായി ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയാണ് 5ാം വാർഷികം ആചരിക്കുന്നത്. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ കെട്ടിടം സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യും. 2020 ഓഗസ്റ്റ് 7 രാത്രി 8 മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ ദുരന്ത വിമാനം പറന്നിറങ്ങിയത്. ദുബായിൽ നിന്നും 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ IX-1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ 2 വട്ടം ലാൻഡ് ചെയ്യാതെ പറന്നുയർന്നു. വിമാനം പിന്നീട് ലാൻഡ് ചെയ്തത് സാധാരണ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത 10 റൺവേയിൽ. റൺവേയിൽ നിന്ന് തെന്നിമാറി ചതുപ്പ് നിലവും കടന്ന 35 മീറ്ററോളം താഴേക്ക് വീണു 3 കഷ്ണമായി പിളരുകയായിരുന്നു വിമാനം. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്കെത്തി. പൈലറ്റ് ദീപക് വസന്ത് സാഥെ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരെ കൂടാതെ 19 പേരാണ് അപകടത്തിൽ മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രദേശവാസികൾ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് നിരവധി ജീവൻ രക്ഷിച്ചത്. സ്വജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയ കരിപ്പൂർ നിവാസികളോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അപകടത്തിൽ മരണപ്പെട്ട യാത്രക്കാരുടെ ആശ്രിതരും പരുക്കുപറ്റിയ യാത്രക്കാരും ചേർന്ന് അപകട സ്ഥലത്തിന് പരിസരത്തുള്ള ചിറയിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ സമയം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ 30 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കും. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ ആ അപകടം നടന്ന സ്ഥലത്തിന് ഒരു 200 മീറ്റർ അപ്പുറത്ത് നെടിയിരുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രം ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. 5 വർഷത്തിനിപ്പുറവും അധികൃതരുടെ ശ്രദ്ധ ലഭിക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ അപകടത്തെ അതിജീവിച്ചവർ നേരിടുന്നുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായവും സർക്കാർ വാഗ്ദാനം ചെയ്ത സൗജന്യ ചികിത്സാ സഹായവും ഇപ്പോഴും ലഭ്യമായിട്ടില്ലെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രവർത്തകർ പറയുന്നു. പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ആ 10 ലക്ഷം എയർ ഇന്ത്യ കൊടുത്ത തുക ഇവർക്ക് കിട്ടിയ ഇൻഷുറൻസ് തുകയിൽ നിന്ന് കുറച്ച് കളഞ്ഞു. 30 ലക്ഷം രൂപ നമ്മൾ ക്ലെയിം സൈൻ ചെയ്തപ്പോൾ 20 ലക്ഷം രൂപ കിട്ടി. കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ആ 10 ലക്ഷം രൂപ ഗവൺമെന്റ് ആയിട്ട് തന്നെ ഇവർക്ക് കൊടുക്കണം. വിമാനാപകടത്തിൽപ്പെട്ടവർക്ക് 12 ലക്ഷം മുതൽ 7.5 കോടി വരെ ഇൻഷുറൻസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു വിഹിതം നൽകിയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കിയിലെ ചക്കക്കൊമ്പനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചക്കക്കൊമ്പൻ ദിവസവും ഇത്തരത്തിൽ പലതരത്തിലുള്ള വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട്. ഇപ്പോൾ ചക്കക്കൊമ്പന്റെ വാർത്തകൾ സ്ഥിരമായി വരുന്നത് ചക്കക്കൊമ്പൻ പരാക്രമം നടത്തുന്നു ഇടുക്കിയിൽ പല മേഖലകളിലും എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചിന്നക്കനാലിൽ വീട് ആക്രമിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. മറയൂരിലെ ഇപ്പോൾ ജീപ്പിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. സിംഗുകണ്ടം സ്വദേശി മറിയക്കുട്ടിയുടെ വീടിന് നേരെയാണ് ചിന്നക്കനാൽ മേഖലയിൽ വിലസുന്ന ചക്കക്കൊമ്പൻ എന്ന കാട്ടാന ആക്രമണം നടത്തിയത്. വീട് പൂർണ്ണമായും തകർന്നു. മറിയക്കുട്ടി കോട്ടയത്ത് ചികിത്സ ആവശ്യത്തിനായി പോയിരിക്കുകയായിരുന്നു ആക്രമണം. അയൽവാസിയായ രാജശതനം വീടിന് മുൻപിൽ ആഴികൂട്ടി കാവലിരിക്കുമ്പോഴാണ് ചക്കക്കൊമ്പൻ എത്തിയത്.
ആനയെ കണ്ട് രാജശതനം ഓടി രക്ഷപ്പെട്ടു. തുടർന്നാണ് വീടിന് നേരെ ആക്രമണമുണ്ടായത്. വീട്ടുപകരണങ്ങളും പൂർണ്ണമായും നശിപ്പിച്ചു. മറയൂരിൽ കഴിഞ്ഞ രാത്രി 8 മണിയോടെയാണ് ചക്കക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആന എത്തിയത്. പെട്രോൾ പമ്പിന് സമീപം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ബാബു നഗറിലാണ് ആന എത്തിയത്. സമീപത്തെ വീടിന് മുമ്പിലെ പ്ലാവിൽ നിന്ന് ചക്ക ഭക്ഷിച്ച ശേഷം ജീപ്പും ആക്രമിച്ചു. 8:20 இருக்கும். 8:20 யானை வந்துச்சு. யானை வந்து சக்கையை பறித்து சாப்பிட்டுச்சு. ஆளுங்க அங்கிட்டு நடமாட்டிக்கிட்டு இருக்காங்க. அதனால வேண்டி கொஞ்சம் ஆளுகளுக்கு கொஞ்சம் பாதுகாப்பு கொடுக்கணும். രാത്രി 10 മണിയോടെ ആനയെ RRT സംഘവും നാട്ടുകാരും ചേർന്ന് ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി. എന്നാൽ രാത്രി മുഴുവൻ ഗ്രാമത്തോട് ചേർന്നുള്ള പ്രദേശത്ത് ആന നിലയുറപ്പിച്ചു. വണ്ടി പോയി. വണ്ടി വന്നിട്ട് തട്ടി. ഇവിടെ ഒന്ന് ആളുകളുണ്ടാ. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ആന 8:30 ആയപ്പോഴത്തേനും വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വണ്ടി കിടന്ന് വണ്ടിയെ തട്ടി. വണ്ടിയുടെ പൈപ്പെല്ലാം പോയി. ടാർപ്പെല്ലാം കീറിപ്പോയി. ഇതിനൊരു നടപടി എടുക്കണം എന്നുള്ളതാണ്. ഫോറസ്റ്റുകാരാണേലും ശരി, ആരായാലും ശരി. തന്നെ നാട്ടുകാരിരിക്കുന്നിടത്ത്, ജനവാസം ഉള്ളിടത്ത് ഇങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ലല്ലോ. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വക്കം റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്ററിൽ OP ചികിത്സാ സമയം ഉച്ചവരെയാക്കിയത് രോഗികളെ വലയ്ക്കുകയാണ്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് ഇവിടെ OP പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർമാർക്ക് ശമ്പളം നൽകാൻ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞാണ് അധികൃതർ OP സമയം വെട്ടിക്കുറച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ ചികിത്സയ്ക്കെത്തുന്നവർക്ക് ഉച്ചയ്ക്ക് 2 മുതൽ ഡോക്ടറുടെ സേവനം ലഭ്യമല്ല എന്നുള്ള ബോർഡ് മാത്രമാണ് കാണാനായത്. ഇതോടെ ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന രോഗികൾ കിലോമീറ്ററുകൾ താണ്ടി വർക്കലയിലോ ചിറയൻകീഴിലോ ആറ്റിങ്ങലിലോ ചികിത്സ തേടേണ്ട അവസ്ഥയാണ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം. വക്കം പുരുഷോത്തമൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആശുപത്രി റൂറൽ ഹെൽത്ത് സെന്ററായി ഉയർത്തിയത്. തീരദേശ മേഖലയിലെ പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയവും ഈ ആശുപത്രിയാണ്. രാവിലെ 9 മുതൽ 2 വരെ OPയും 2 മുതൽ രാത്രി 8 വരെ പുതിയ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗവുമാണ് പ്രവർത്തിച്ചിരുന്നത്. OPയിൽ ഒരു മെഡിക്കൽ ഓഫീസറും മെഡിക്കൽ വിദ്യാർത്ഥികളും ചില ദിവസങ്ങളിൽ വിദഗ്ധ ഡോക്ടറുടെ സേവനങ്ങളും ലഭ്യമായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറിന്റെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും സേവനം രാത്രി 8 വരെയും ഉണ്ടായിരുന്നു. 7 വാർഡുകളിലുമായി 15ഓളം കിടക്കകളുമുണ്ട്. 2 മണി കഴിയുമ്പോൾ ഈ ഗേറ്റിന് താഴെ വീഴും. ഇത് വളരെ ദയനീയമാണ്. ബ്ലോക്ക് പഞ്ചായത്തും അധികാരികളും ഫണ്ടുകൾ കണ്ടെത്തി അടിയന്തരമായി ഈ 2 മണി മുതൽ 8 മണി വരെയുള്ള പ്രവർത്തനം പുനഃസ്ഥാപിക്കണമെന്നും അതിന് അടിയന്തരമായി ശ്രദ്ധ നൽകണമെന്നും ബന്ധപ്പെട്ട അധികാരികളോടും വക്കം ഗ്രാമപഞ്ചായത്തിനോടും അഭ്യർത്ഥിക്കും. ശമ്പളം ഉൾപ്പെടെയുള്ള ബാധ്യത ചിറയൻകീഴ് ബ്ലോക്കിന് താങ്ങാൻ സാധിക്കില്ലെന്ന കാരണത്താലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള അത്യാഹിത വിഭാഗത്തിലെ ചികിത്സ നിർത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ആശുപത്രി പ്രവർത്തനം സുഗമമായി നടത്താനായി ബ്ലോക്ക് പഞ്ചായത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് എത്രയും വേഗം ആശുപത്രിയുടെ പ്രവർത്തനം പഴയപടി നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ചെറിയ ചിത്രങ്ങൾക്ക് തിയേറ്ററുകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടെന്ന് നടി ഗൗരി കിഷൻ. തന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഗൗരിയുടെ ഈ വെളിപ്പെടുത്തൽ. ഗൗരി നായികയാകുന്ന സാഹസം എന്ന ചിത്രം ഓഗസ്റ്റ് 8 റിലീസിനെത്താൻ ഇരിക്കെയാണ് ഈ തുറന്നു പറച്ചിൽ. ലിറ്റിൽ മിസ് റാവുത്തർ കഴിഞ്ഞ വർഷം റിലീസായ സമയമാണ്. 2018 എന്ന് പറഞ്ഞൊരു മൂവി. പ്രൊമോഷൻ ഒന്നും അത്ര ഇല്ലായിരുന്നു അവർക്ക്, തീരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്തു, ഡയറക്റ്റ് റിലീസായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലിസ്റ്റ് അറിയാമെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഏത് വർക്കാവും. അപ്പം നമ്മൾ ഇതുപോലെ വി വെന്റ് ലെറ്റ്സ് ഗോ അഹെഡ് എന്നുള്ളൊരു വലിയ പടം ഒന്നും അവർ മാർക്കറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2018 പടത്തിൽ ഒഴുക്കത്തിൽ ഞങ്ങളുടെ പടം പോയി, ലിറ്റിൽ മിസ് റാവുത്തർ, ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് തിയേറ്റേഴ്സ്. സോ അത് ഭയങ്കര ടൈം, എന്താ പറയുക, ഒരു മൊമെന്ററി സംഭവമാണ്. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. നമുക്ക് വി ഹാവ് ടു ടേക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ദർ ഇസ് നോ, എന്താ പറയുക, ഒരു ഗോസ്പൽ ഡേറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇഫ് ഇറ്റ്സ് മെന്റ് ടു വർക്ക് ഇൻ ദ തിയേറ്റർ ഇറ്റ് വിൽ വർക്ക്. പക്ഷെ എനിക്ക് ഈ തിയേറ്റർ അവൈലബിലിറ്റി കിട്ടാത്തൊരു ഫീലിംഗ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. എൻ്റെ ഒരു മൂവിക്കല്ല, 2-3 പടങ്ങൾക്ക്. അപ്പം ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആണോന്ന് ചോദിച്ചാൽ അല്ല. അതെനിക്ക് തോന്നുന്നു ദാറ്റ്സ് സംതിങ് വി ഹാവ് ടു അക്സെപ്റ്റ്. അത് ചെറിയ പടങ്ങൾ വലിയ പടങ്ങളിനേക്കാളും ഐ ഡോണ്ട് നോ, ലൈക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലല്ലോ നമുക്ക്. തിയേറ്റേഴ്സ് അങ്ങ് ദാറ്റ്സ് എക്കോണമിക്, എന്താ പറയുക, ബിസിനസ് ഇതാണല്ലോ, ഡിസിഷൻ ആണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ടെൻഷനാണ്.
ഇടുക്കി ജില്ലയിൽ പല സർക്കാർ ആശുപത്രികളിലും കിടത്തി ചികിത്സയില്ല. ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രോഗികളെ കിടത്തി ചികിത്സിക്കുന്നില്ല എന്നാണ് പരാതി. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുമായി 500ഓളം കിടക്കകൾ ഉണ്ടെങ്കിലും 120 എണ്ണത്തിൽ മാത്രമാണ് കിടത്തി ചികിത്സ. ഇടുക്കി ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ പലതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും പദ്ധതി കാര്യമായി ഫലം കണ്ടോ എന്ന് സംശയമാണ്. ജില്ലയിൽ 24 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ നൽകുവാൻ തക്കവിധം കിടക്കകളോടുകൂടിയ സൗകര്യങ്ങളുണ്ട്. എന്നാൽ 3 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ നിലവിൽ കിടത്തി ചികിത്സയുള്ളൂ. ഇവിടെയുള്ളത് 102 കിടക്കകൾ മാത്രം. വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് ഏതാണ്ട് 6 വർഷങ്ങളോളം ആവുന്നു. കോവിഡിന് ശേഷം ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടേ ഇല്ല. അതിന് മുമ്പ് വരെ 28 ബെഡുകളിലായിട്ട് കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണിത്. വാത്തിക്കുടി മാത്രമല്ല, തൊട്ടടുത്തുള്ള കഞ്ഞിക്കുഴിയിലും കൊന്നത്തടിയിലെയും ഒക്കെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഇതാണ്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു നയവൈകല്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തുമ്പോൾ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കൂടുതലുണ്ടാവും. കിടത്തി ചികിത്സ തുടരും. വൈകുന്നേരം വരെ OP ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും OP ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും OP ഒക്കെ ഏതാനും കാലത്തേക്ക് തുടർന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തക എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വാത്തിക്കുടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയില്ലാതായിട്ട് വർഷങ്ങളായി. കഞ്ഞിക്കുഴി, ദേവിയാർ കോളനി, രാജാക്കാട്, ഉപ്പുതറ, പീരുമേട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മറ്റിടങ്ങളിലും സ്ഥിതി ഇതുതന്നെ. വാഴത്തോപ്പ്, കൊന്നത്തടി, കാമാക്ഷി, മരിയാപുരം എന്നിവിടങ്ങളിലും കിടത്തി ചികിത്സ ഒഴിവാക്കി. ഈ മേഖലയിലുള്ള, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ അവിടെ ആവശ്യമായ ചികിത്സ ഇല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഈ ഒരു അലംഭാവം അല്ലെങ്കിൽ അനാസ്ഥ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുപോലെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ചികിത്സ തേടിയെത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വർഷകാലത്ത് വലിയ രീതിയിലേക്കുള്ള പനി ഉൾപ്പെടെയുള്ള മറ്റ് പകർച്ചവ്യാധികളെല്ലാം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്ടർമാരെ കാണാൻ തന്നെ ഏറെ നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യം, അവിടെ തന്നെ എത്തി കഴിഞ്ഞതിന് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു രോഗിയെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഏറെ ദൂരം യാത്ര ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സർക്കാരിന്റെ കൃത്യമായ വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതോടെ വൈകിട്ട് 6 മണിവരെ OP ഉണ്ടാകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന താൽപര്യം പിന്നീടുണ്ടായില്ല. ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പണികളിൽ വൻ അഴിമതിയുള്ളതായി ആരോപണം. മാസങ്ങൾക്ക് മുൻപ് പൈപ്പുകൾ സ്ഥാപിച്ചതിലും ഇപ്പോൾ നടക്കുന്ന കോൺക്രീറ്റ് ജോലികളിലും ക്രമക്കേട് നടക്കുന്നതായാണ് ആരോപണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ നടക്കുന്ന ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളിലാണ് അഴിമതിയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പണികൾ തികച്ചും ഗുണമേന്മയില്ലാത്ത വിധത്തിലാണ് നടക്കുന്നതെന്നാണ് ആരോപണം. വൃത്തിയായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ കൂടി ട്രഞ്ച് വെട്ടി പൈപ്പുകൾ സ്ഥാപിച്ചാൽ അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ യാതൊരു ഗുണമേന്മയും ഇല്ലാത്ത വിധമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേണ്ടത്ര സിമന്റ് ചേർക്കാതെയും മെറ്റൽ നാമമാത്രമായി ഉപയോഗിച്ച ശേഷം പാറപ്പൊടി കൂടുതലായി ചേർക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് ജോലികൾ തടഞ്ഞുവെച്ചു. മണ്ഡലത്തിൽ തന്നെ ജൽജീവൻ മിഷനിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ്. CPM ഭരിക്കുന്ന കൊന്നത്തടി പഞ്ചായത്തിലാകട്ടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് ഉള്ളത്. 1 മീറ്റർ താഴത്തിൽ പൈപ്പ് ഇടേണ്ടടുത്ത് വെറും 30 സെന്റിമീറ്ററാണ് താത്തിയിടുന്നത്. റോഡുകൾ മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടടുത്ത് ഇവർ വെറും 8 സെന്റിമീറ്ററാണ് കനമാണ് കൊടുക്കുന്നത്. ഇതിനുപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളാകട്ടെ വളരെ ലോ ക്വാളിറ്റിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈറ്റ് സൂപ്പർവൈസർ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരില്ല. ഇവിടെയുള്ള സൂപ്പർവൈസർ എല്ലാം മന്ത്രിയുടെ പാർട്ടിയുടെ അനുയായികൾ മാത്രമാണുള്ളത്. 1 മീറ്റർ ആഴത്തിൽ ട്രഞ്ച് സ്ഥാപിച്ചു വേണം പൈപ്പിടാൻ. മണ്ണിട്ട് മൂടിയ ഭാഗത്ത് 15 സെന്റിമീറ്ററിൽ കുറയാത്ത ഘനത്തിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ പലയിടത്തും 1.5 അടി മാത്രം ആഴത്തിൽ പൈപ്പിട്ട ശേഷം 7-8 സെന്റിമീറ്റർ ഘനത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലസേചന വകുപ്പിന്റെയോ
പഞ്ചായത്തിന്റെയോ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ടവർ ആരുമില്ല. കൊന്നത്തടിയിലെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ അധികൃതരുടെ ഇടപെടലും അന്വേഷണവും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പല ആദിവാസി മേഖലകളിലും മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് ജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. 3-ാം മൈൽ, 5-ാം മൈൽ, 6-ാം മൈൽ മേഖലകളിലാണ് മൊബൈൽ ടവറുകളുടെ പ്രസരണശേഷി കുറവുള്ളത് മൂലം പ്രതിസന്ധി നേരിടുന്നത്. കുട്ടികളുടെ പഠനത്തെ അടക്കം ഇത് ബാധിക്കുന്നുണ്ട്. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ 3-ാം മൈൽ, 5-ാം മൈൽ, 6-ാം മൈൽ ആദിവാസി മേഖലകൾ. സമീപ പ്രദേശങ്ങൾ വനാതിർത്തികളായതിനാൽ ആദിവാസി വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്നുണ്ടിവിടെ. പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. കറണ്ട് ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റേഞ്ച് പവറാക്കി തരാൻ അടിയന്തരമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാക്കി തരണം. ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയാറില്ല. വനമേഖലയിലെ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഉന്നതിയിലെ ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും വനപാലകരെ വിവരങ്ങൾ അറിയിക്കാനും കഴിയുന്നില്ല. ഒപ്പം സർക്കാർ സേവനങ്ങളും ഇവരിലേക്ക് എത്താൻ വൈകുന്നു. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടുകയാണ് മേഖലയിലെ താമസക്കാർ. ന്യൂസ് 18 അടിമാലി. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം മുട്ടത്തറയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം ഇന്ന് കൈമാറും. പണി പൂർത്തിയായ 332 ഫ്ളാറ്റുകളുടെ താക്കോൽ ദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കുക. തീരദേശ ജനതയ്ക്ക് പ്രത്യാശയേകുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് പ്രത്യാശ എന്ന് തന്നെയാണ് പേര് നൽകിയിരിക്കുന്നത്. തീരദേശവാസികളുടെ തീരാ ദുരിതത്തിന് പരിഹാരം. ഓരോ മഴയിലും കടൽക്ഷോഭത്തിലും കിടപ്പാടം കടലെടുക്കും. പിന്നെ മാസങ്ങളോളം സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും. കുറച്ചുപേർക്കെങ്കിലും ആ ദുരിത ജീവിതകാലം മറക്കാം. മനോഹരമായ ഫ്ളാറ്റ് സമുച്ചയം. 2 കിടപ്പുമുറികൾ, ഹാൾ, അടുക്കള, ബാത്റൂം എന്നിവ ഓരോ ഫ്ളാറ്റിലുമുണ്ടാകും. 4 ഫ്ളാറ്റുകളുള്ള ഓരോ ബ്ലോക്കുകൾ. 2 വർഷം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതിൽ സഹകരിച്ച എല്ലാവരോടും ഫിഷറീസ് വകുപ്പിന് വേണ്ടിയുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്. വിഴിഞ്ഞം സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നിറവേറ്റപ്പെടുന്നത്. മുട്ടത്തറ വില്ലേജിൽ 2023 നിർമ്മാണം ആരംഭിച്ചത്. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന് കൈമാറി കിട്ടിയ 8 ഏക്കർ സ്ഥലത്താണ് ഫ്ളാറ്റ് സമുച്ചയം. അടുത്ത ഘട്ടത്തിൽ 68 ഫ്ളാറ്റുകൾ കൂടി കൈമാറും. കൊച്ചുവേളിയിൽ 168 ഫ്ളാറ്റുകളും സെന്റ് ആന്റണീസിൽ 24 ഫ്ളാറ്റുകളും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. കടലാക്രമണ ഭീഷണിയിൽ നിന്നും സുരക്ഷിതത്വം ഒരുക്കുന്നതിനൊപ്പം തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ ഓരോ വീടുകളിലും ഒരുക്കിയിട്ടുണ്ട്. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ഭാവി കൂടി കണക്കിലെടുത്താണ് സർക്കാർ ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയത്. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ലക്കിടിയിലെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സംരക്ഷിക്കാനാവില്ലെങ്കിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിനെ ഏൽപ്പിക്കണമെന്ന് BJP. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലത്തോടും സ്മാരകത്തോടും സംസ്ഥാന സാംസ്കാരിക വകുപ്പ് കടുത്ത അനീതിയാണ് കാട്ടുന്നത് എന്നും സ്മാരകം ഏതു സമയവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണെന്നും BJP പറയുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശിമംഗലത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകം. മ്യൂസിയം, ലൈബ്രറി, ഓട്ടംതുള്ളൽ പഠന കേന്ദ്രം എന്നിവ അടങ്ങുന്നതാണ് സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്മാരകം. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കെട്ടിടം. ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു. മഴ പെയ്താൽ വെള്ളം വീഴാതിരിക്കാൻ മേൽക്കൂരയിൽ ഫ്ലെക്സ് കെട്ടി മറച്ച നിലയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ അവഗണനയാണ് ഇതിന് കാരണമെന്ന് BJP ആരോപിച്ചു. കവിത്രയ ആചാര്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സാഹിത്യത്തിലെ കവികൾ എല്ലാവരും ഭാഷയെ സ്നേഹിക്കുന്നവർ, കലയെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം ഈ തരത്തിൽ തകർച്ചയിൽ എത്തിയതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ കേരള
ഗവൺമെന്റിലെ സാംസ്കാരിക വകുപ്പാണ്, കേരള ഗവൺമെന്റ് ആണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുക. ഭരണസമിതിയിൽ കയറിക്കൂടാൻ ശ്രമിക്കുന്നവർ സ്മാരകം സംരക്ഷിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല എന്നും സംസ്ഥാനത്തിന് സ്മാരകം സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കണമെന്നും BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പറഞ്ഞു. കേരള ഗവൺമെന്റിനോട്, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ഇത് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ, ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന കാര്യം ഭാരതീയ ജനതാ പാർട്ടി അതിന് തയ്യാറാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് കേന്ദ്രം ഏറ്റെടുക്കാനുള്ള അനുകൂലമായുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇത് നന്നാക്കുകയുമില്ല, നശിപ്പിച്ച് കളയുന്നു, വേറെ ആൾ സംരക്ഷിക്കാൻ അവർ അനുവദിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ പറ്റും. സ്മാരകം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് BJP നിവേദനവും നൽകി. നേരത്തെ സ്മാരകത്തിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതും അതുമൂലം വിദ്യാർത്ഥികളുടെ പഠനം നിലച്ചതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് പട്ടാമ്പി കൊപ്പം ടൗണിൽ സിഗ്നൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്താനുള്ള നീക്കത്തിന് മോട്ടോർ വാഹന വകുപ്പിന്റെ റെഡ് കാർഡ്. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ ട്രാഫിക് സേഫ്റ്റി കൗൺസിലിന്റെ അംഗീകാരവും നിർദ്ദേശവും വേണമെന്ന് കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് കൊപ്പം ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയത്. ഇതോടെ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കൽ നടപടികൾ നിർത്തിവെച്ചു. പാലക്കാട് ജില്ലയുടെ പ്രധാന നഗരങ്ങളിലൊന്നാണ് കൊപ്പം ടൗൺ. വളാഞ്ചേരി, പെരിന്തൽമണ്ണ, പാലക്കാട്, ചെർപ്പുളശ്ശേരി, പട്ടാമ്പി എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളുടെ സംഗമസ്ഥാനമായ കൊപ്പം നഗരത്തിലൂടെ ദിവസവും വലുതും ചെറുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിന് പരിഹാരം കാണാനാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്താൻ 6 മാസത്തിന് മുൻപ് ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപടികൾ തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കൽ പ്രവർത്തികൾ തുടങ്ങി അവസാന ഘട്ടമെത്തിയപ്പോഴാണ് തിരിച്ചടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ കത്ത് ലഭിച്ചത്. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണെന്നാണ് കത്തിൽ പറയുന്നത്. സിഗ്നൽ ലൈറ്റ് കമ്പനിയുമായി കരാർ വരെയായി നിൽക്കുന്ന സമയത്തുള്ള ഈ തടസ്സം അധികൃതരുടെ അനാസ്ഥയാണെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. നിരവധി ചർച്ചകളും നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറേ. കഴിഞ്ഞ 6 മാസം മുന്നെയാണ് പഞ്ചായത്തിലെ MLAയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേരുന്നത്. അപ്പൊ ഇതിന് നടപടികളൊന്നും കാണാത്തതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് പാലക്കാട് ഈ മെട്രോ ആർട്സ് എന്നൊരു കമ്പനിയായിട്ട് അഗ്രിമെന്റ് വെച്ച് അവര് കൊപ്പത്ത് സിഗ്നൽ വെച്ച് തരാം എന്ന് അവര് സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായ സിഗ്നലൊക്കെ എല്ലാ സംഗതികളും ഒക്കെ നമ്മള് ഡിസൈൻ ചെയ്ത് എല്ലാം റെഡിയായി ഇരിക്കുക. നമുക്ക് ആർക്കും ഒരു പൈസ ചെലവില്ല, പക്ഷെ സിഗ്നൽ എല്ലാം റെഡിയാണ്. ഇതൊന്നും അവിടെ സ്ഥാപിക്കാൻ ഇതുവരെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിലവിൽ കൊപ്പം ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. വർഷങ്ങൾക്ക് മുൻപ് കൊപ്പത്ത് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും റോഡിന്റെ വീതി കുറവ് കാരണം ഇവ എടുത്തുമാറ്റി. ഇപ്പോൾ ടൗൺ നവീകരണം കഴിഞ്ഞതോടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ട്രാഫിക് സിഗ്നൽ പുനഃസ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങിയത്. ന്യൂസ് 18 പട്ടാമ്പി. കൂൺ ഗ്രാമമാവാൻ ഒരുങ്ങുകയാണ് പട്ടാമ്പി നിയോജക മണ്ഡലം. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 30 ലക്ഷത്തിലധികം രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത്. വരുമാന സംരംഭം എന്ന നിലയിൽ ഗ്രാമീണ സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. 100 ചെറുകിട ഉൽപാദന യൂണിറ്റുകൾ, 2 വൻകിട ഉൽപാദന യൂണിറ്റുകൾ, 1 കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റ്, 3 സംസ്കരണ യൂണിറ്റ്, 2 പാക്ക് ഹൗസുകൾ, 10 കമ്പോസ്റ്റ് ഉൽപാദന യൂണിറ്റുകൾ എന്നിവ ചേർന്നതാണ് ഒരു കൂൺ ഗ്രാമം. കൂൺ കൃഷിയിലേക്ക് കർഷകരെയും സംരംഭകരെയും ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി മുഹമ്മദ് മൂസിൻ MLAയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി റെസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നു. കൂൺ ഗ്രാമം പദ്ധതിക്കായി 30 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട്. വിത്ത് ഉൽപാദനം മുതൽ അതുപോലെ തന്നെ മഷ്റൂം ഉൽപാദനം അടക്കം അതിൻ്റെ സംസ്കരണം, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, പാക്കിംഗ്, പരിശീലനം അടക്കമുള്ള എല്ലാ മേഖലയും, വിപണനം അടക്കമുള്ള എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, സമഗ്രമായ പദ്ധതിയാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂൺ കൃഷി രീതികളെ സംബന്ധിച്ച് കർഷകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലന പരിപാടിയും ഇതിന്റെ ഭാഗമായി നടക്കും. വിത്ത് അഥവാ സ്പോൺ ഉൽപാദന യൂണിറ്റും ഇതോടൊപ്പം സജ്ജമാക്കും.
വിത്ത് മുതൽ വിപണനം വരെയുള്ള കൂൺ കൃഷിയിൽ അത്യാവശ്യമായ പരിശീലനം മുതൽ മേൽനോട്ടം വരെയുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷിവകുപ്പിന്റെ സഹായത്തോടെ മേൽനോട്ടം നിർവഹിക്കും. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ രാത്രി മണ്ണാർമലയിൽ എത്തിയ പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പതിവായി ജനവാസ മേഖലയിൽ എത്തുന്ന പുലിയെ പിടികൂടാൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് രാവിലെയിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഡേയിൽ ഇന്ന് ചേരുന്നത് തൃശൂർ ആനയ്ക്കൽ സ്വദേശിയായ സംഗീതിന്റെ ഭാര്യ ജിഷ സംഗീതിന്റെ 20ാം ജന്മദിനമാണിന്ന്. അപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും അമ്മാമ്മയും പിന്നെ ജിഷ ആന്റിയുടെ പ്രിയപ്പെട്ട കുട്ടിപ്പട്ടാളങ്ങളായ ആഗ്നേയ്, അലങ്കൃത, ആദവ്, അർഷിത എന്നിവരാണ്. അപ്പോൾ ജിഷയ്ക്ക് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. ഇടുക്കി പള്ളിക്കുന്നിലെ ആൽഡ്രിൻ കെ മാത്യുവിന്റെ 5ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകളുമായി ചേരുന്നത് അമ്മ അനുമോളും അച്ഛൻ ഷെബിനും സഹോദരൻ ആദമുമാണ്. അപ്പോൾ ആൽഡ്രിൻ മോന് ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും.